ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. വെളുപ്പാങ്കാലത്ത് തന്നെ ഒരു ക്യൂവിലാണ്. ഇന്ന് നമുക്കൊരു റോഡ് ട്രിപ്പ് വീഡിയോ കാണാം. ബാംഗ്ലൂരിലെ വലിയ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഭംഗിയുള്ള ഒരിടത്തേക്കാണ് യാത്ര. നന്ദി ഹിൽസിലേക്കാണ് യാത്ര. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും ഒരു 60-62 കിലോമീറ്റർ മാത്രം ദൂരത്താണ് നന്ദി ഹിൽസ്. നയന മനോഹരമായ കാഴ്ചകളും കോടമഞ്ഞും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടം. നന്ദി ഹിൽസിലെ വ്യൂ പോയിൻറ്റിൽ നിന്ന് സൂര്യോദയം കാണാൻ പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് 7 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടേക്ക്. ഹൈവേ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ സമയം 5:30 ആയിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ റോഡിൽ നല്ല റഷായിട്ടുണ്ട്. 7 കിലോമീറ്റർ ദൂരമേ ഉള്ളെങ്കിലും അങ്ങനെ വേഗത്തിൽ ഓടിയങ്ങ് കയറാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലിത്. ഹെയർ പിന്നാണ്, നല്ല ഉയരത്തിലേക്കാണ് പോകുന്നത്. ഈ റോഡിൽ നിന്ന് തന്നെ 600 അടിയിൽ കൂടുതൽ ഹൈറ്റിലാണെന്നാണ് കേട്ടിരിക്കുന്നത്. മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ പാസ്സൊക്കെ എടുക്കണമായിരുന്നു. പാസ് എടുക്കാനുള്ള ക്യൂ ആണ് നമ്മൾ ആദ്യം കണ്ടത്. നല്ല തണുപ്പും ഇരുട്ടുമാണ്. വെളുപ്പിന് 3 മണിക്ക് തന്നെ എഴുന്നേറ്റ് തയ്യാറായതുകൊണ്ടാണ് ഇത്രയും നേരത്തെ ഇവിടെ എത്താനായത്. കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ മുകളിലേക്ക് പോകുന്നുണ്ട്. ഉയരങ്ങളിലേക്ക് കയറുന്നതനുസരിച്ച് പ്രഷർ വേരിയേഷൻ വരുന്നത് കൊണ്ടാവാം ചെവിയൊക്കെ നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഞാൻ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ മുകളിലത്തെ തുറന്നതിന് മുകളിൽ നിന്നാണ് ഇത് വീഡിയോയിൽ പകർത്തുന്നത്. അപ്പോൾ നല്ല തണുപ്പും മഞ്ഞുമാണ്. ഒരു 6:30-ക്കും 6:45-നും ഇടയിൽ മുകളിലെത്തിയാൽ സൂര്യോദയം കാണാനാകും. 1 കിലോമീറ്റർ പിന്നിടണമെങ്കിൽ തന്നെ 12-13 മിനിറ്റൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇടതൂർന്ന വനങ്ങളാണ് ഇരുവശത്തും. വളരെ മനോഹരമായ കാഴ്ചയാണ്. ധാരാളം ബൈക്കുകളൊക്കെ മുകളിലേക്ക് കയറുന്നുണ്ട്. ബൈക്കിലെ യാത്ര ഒന്നുകൂടെ രസമായിരിക്കും. പക്ഷേ നമുക്കത്രയും തണുപ്പൊന്നും സഹിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ കാറിൽ പോകുന്നത്. നല്ല കോടമഞ്ഞുള്ള സമയമാണ്. നമുക്കിതുപോലൊരു കാഴ്ചയെന്ന് പറയുന്നത് നമുക്ക് വയനാട്ടിലോ മൂന്നാറിലോ തെന്മലയോ ഒക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങളിലെ ഇതുപോലെ മഞ്ഞും തണുപ്പുമൊക്കെ നമുക്കവിടെ ആസ്വദിക്കാൻ പറ്റൂ. മുകളിലോട്ടുള്ള മനോഹരമായ ഈ റോഡ് യാത്ര നിങ്ങൾക്കും ആസ്വദിക്കാം. എൻ്റെ ഒപ്പം പോന്നോളൂ. നന്ദി ഹിൽസിലെ കാഴ്ചകൾ ഒത്തിരി മനോഹരമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ബാംഗ്ലൂരിലെ പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇത്തവണ എന്തായാലും അത് സാധിച്ചു. നല്ല കയറ്റമാണ്. അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. കണ്ടില്ലേ, ഇവിടെ ഡിസ്റ്റൻസ് ഒത്തിരിയാണ്. സ്റ്റോപ്പ് പോകാനടുത്ത് കിടക്കത്തില്ല. നമ്മള് താഴെ കണ്ടവരല്ല, അതിന് മുമ്പ് കിടക്കില്ല.
കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന നന്ദി ഹിൽസിൻ്റെ സൗന്ദര്യം കാണാം. സൂര്യോദയം കാണാനാണ് ആളുകൾ ഇത്ര നേരത്തെ തന്നെ ഇവിടെ എത്തുന്നത്. ഇപ്പം നമ്മൾ ഏതാണ്ട് നന്ദി ഹിൽസിൻ്റെ വ്യൂ പോയിൻറ്റിൽ എത്തുന്നതിന് മുൻപുള്ള ടോപ്പ് സ്റ്റേഷനിലാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. അവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ, മുകളിലേക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുക്കുന്നത്. താഴെ വാഹനങ്ങളുമായിട്ട് വരുന്നവർക്ക് താഴെയും ടിക്കറ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇനി ഇവിടുന്ന് നടന്നാണ് ഞങ്ങൾ പോകുന്നത്. വ്യൂ പോയിൻറ്റിലേക്കൊക്കെ പോകുന്നത് KSTDയുടെ ബസ്സൊക്കെ മുകളിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെന്തായാലും നടന്നാണ് പോകുന്നത്. ആ കാഴ്ചകളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.